ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി കളക്ട് ചെയ്യാനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ കുറേയൊക്കെ കളക്ട് ചെയ്തല്ലോ. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മേടിക്കാനും പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്ലവർ വാങ്ങണം നാളെ പൊങ്കാലയ്ക്കുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് മോഡേൺ ലേഡി ആയിട്ടാണ് പിന്നെ അഹല്യ ആസ് യൂഷ്വൽ കീർത്തന സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രാവന്തിക അവളുടെ യൂണിഫോം ഇട്ടിട്ട് അവൾ വന്നിട്ടുണ്ട്. ഒരുപാട് വ്ളോഗിൽ അവൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അവൾക്ക് ചില ഡ്രസ്സുകൾ അങ്ങനെയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾക്ക് അല്ലേടി ചില ഡ്രസ്സുകൾ പ്രത്യേകിച്ച് ഇൻഡിഗോ ബ്ലൂ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം വേണം, കാരണം ഇത് തെരഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി ഓല. അതായത് അപ്പൊ നമ്മള് പൂ മേടിക്കാൻ വേണ്ടിട്ട് പോകണം കേട്ടോ. വന്നിരിക്കട്ടെ, പക്ഷെ വളരെയധികം ചീറ്റ് ഗൈസ്. നമ്മള് പൂ മേടിക്കാൻ വന്നപ്പോ പൂക്കടയില് ആരും ഇല്ല. വേണ്ട അതുകൊണ്ട് ആ നമ്പർ വെച്ചാൽ സോ സോറി. എനിക്കൊരു മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി. ശരി, വലിയ സന്തോഷം കണ്ടതില്. ആളുകളോട് പകരം ചോദിക്കാറുണ്ട് ഗൈസ്. മലപ്പുറം കത്തിയുടെ ആവശ്യമില്ല, കത്തി കൊണ്ട് നടക്കണമെന്നാണ് എല്ലാവർക്കും ഓരോ കത്തി തരാം. നല്ലൊരു കത്തികൾ, നല്ല കത്തി കേട്ടോ. ചെത്താൻ നല്ല നല്ല കത്തി വേണം. ചെറിയ കത്തി. അപ്പൊ അവിടെ വീട്ടിൽ കൊണ്ടുവരത്തി ചെറുതുണ്ടാക്കാനാണ്. നമുക്കിവിടെ 3 കത്തി വാങ്ങിയാൽ പോലെ. നമുക്ക് 3 പേർക്ക് നമ്മള് മാടാൻ ആൾക്കാരായതുകൊണ്ട് വലിയ കത്തി വേണം. ചെറുത് വളഞ്ഞു പോകത്തില്ലേ? ചെറുത് ഇവക്കത് മതി. ഇപ്പൊ എടുക്കുന്നില്ല, ഇച്ചിരി നല്ലത്, അത്യാവശ്യം കട്ടിയുള്ളതാ. പിന്നീട് നമുക്ക് ആവശ്യമാണ്. അവിടെ ചെന്നിട്ടുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വേറെ കത്തി വേണമെന്ന് പറയരുത്. എനിക്ക് പറ്റില്ല, വീട്ടിൽ പോകണം, പറ്റില്ല എന്ന് പറഞ്ഞാൽ സോറി. ഈ പാത്രക്കട നല്ല ഇന്നലെ ഇവിടെ ജീവന്റെ കൈ വേണ്ടാവും. കൊളാബറേഷനാണ് ഐബ്രോ പെൻസിലാണ്. എനിക്ക് ഇത് വീഡിയോ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തതൊക്കെ തീർന്നോ, പർച്ചേസിംഗ് ഒക്കെ? ഇല്ല, കഴിഞ്ഞില്ല. ഇനി പയറ് വാങ്ങണം, പിന്നെ അരിപ്പ വാങ്ങാൻ, പിന്നെ പൂവും മാത്രമല്ല ചായ കുടിക്കാൻ. ചായ ചെറുതായിട്ട് നമുക്ക് തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്.
അപ്പൊ ഗൈസ് നമ്മള് ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. ഇതിപ്പോ എഗ്ഗാണോ? എനിക്ക് നെയ്യപ്പം. ഗൈസ് കാറിലിരുന്ന ഒരാൾ ചായ കുടിക്കുന്നത് കണ്ടോ ഗൈസ്? എന്താ ഇവിടെ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം നെയ്യപ്പം ചായ. എന്താ വാങ്ങിയ? സമൂസ. സമൂസ നല്ലതാ അടുത്ത്. നെയ്യപ്പം നല്ല. നെയ്യപ്പം കഴിച്ചോ? എനിക്ക് ഭയങ്കര ഇഷ്ടം ആ കടയിലെ നെയ്യപ്പം. മതി കഴിക്കട്ടെ. കൊള്ളാം, നല്ലതാ. കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾ ആലയെ കൊടുത്ത് അടിക്കില്ല, അവര് 100 രൂപ വാങ്ങിക്കും. ആയാ കുറച്ച് വാഴനാരികളെ എനിക്കിതിൽ ഇങ്ങനെ ആ സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ എവിടുന്ന കഴിവുന്ന അത് നമുക്ക് പിന്നെ കഴുകാം. അവിടെ വെച്ചാൽ പാത്രങ്ങളൊക്കെ ആരുടെ കലമൊക്കെ മാറിപ്പോയത് അതുകൊണ്ട് പേടി. എന്റെ കാലം എന്തായാലും മാറൂല. മാറ്റാതെ അതെന്റേതാ. എന്റെ പൊങ്കാലക്കാലം നല്ല കാലം. ആദ്യം ചേച്ചി കൊളാബ് കിട്ടിയതല്ലേ കലം, ഫ്രീ ആയിട്ട് കൊളാബ് കിട്ടി. കറക്റ്റ് എല്ലാ കൊളാബിലാണ്. പക്ഷെ ഇത് കട്ടിയുള്ളതാണ് കേട്ടാ. മറ്റേ കട്ടി കുറഞ്ഞൊരു വാഴക്കാലം ഉണ്ടായിരുന്നല്ലോ, ഇതാണ് വേണ്ടത്. ഇത് കെണ്ടൻ ഇങ്ങനെ ബെൻഡ് ആവൂല. എനിക്ക് ഇങ്ങനെ ചുറ്റി വെക്കാനേ ബെൻഡ് ആവണ്ടേ. ഓരോ എടുത്ത് വെച്ചേക്ക്, നമുക്ക് കുറച്ച് മതി. ആദ്യം തീ കത്തിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ കത്തി സൂക്ഷിക്കണം കേട്ടാ. ഇങ്ങനെ മുറിച്ച എത്ര കത്തി? എത്ര നല്ല കത്തി ഇതിലെ മുറിച്ച് കേട്ടാ. സൂക്ഷിക്കണേ. കത്തിയെടുക്കും സൂക്ഷിക്കണേ. ഇത് വേണ്ട എനിക്ക്. അതാരാ കല? ചരുവ അവളുടെ അഹല്യയുടെ. അത് ഒന്ന് അവളുടെ ഒന്ന് അവളുടെ. ഇത് കൊളാബല്ലേ? കൊള്ളാതെ നീ കൊളാബല്ലേ? ഇത് പണം കൊടുത്തത്. എനിക്ക് പേടിയുടെ അത് കട്ടായി പോന്നു. ഇരിക്കില്ലേ? ഇങ്ങോട്ട് ഞാൻ ചിന്തിച്ചരാം. അല്ല മക്കളെ, ഇങ്ങനെ ചീക്കി അതിന്റെ തുമ്പ് കളയാൻ പാടില്ല. തുമ്പ് വെച്ച് നമ്മൾ കെട്ടണം. എനിക്ക് തോന്നണേ മറ്റേ കത്തിയാണ് നല്ലതെന്നാണ് തോന്നുന്നത്. മറ്റേ ചെറിയൊരു കത്തി മോളിരിപ്പുണ്ട്. ആ കിറ്റിലവിടെ അവിടെ ഉണ്ടായിരുന്നല്ല, ആ കത്തിയാണ്, പഴം കത്തിയാണ് ഇതിന് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ. ഇത് കട്ടായി പോയി വൃത്തിയുടെ മോളെ. അതാണ് ഇത് ഇങ്ങനെ, ഈ തുമ്പ് ഇങ്ങനെ വേണം. അത് കെട്ടാൻ ഈർക്കില്ല, അത് വേണ്ട. നോക്ക്, ചെറിയ നമ്മള് രണ്ടാമത് എടുത്തത് പച്ചവല 3 ഇത് കുറച്ച് മതിയല്ലോ. ഇത് കുറച്ച് മതി. ഒരാളല്ലോ 5-6 ഈർക്കില് മതി. ഞാൻ മാത്രല്ലേ ഇത് നല്ല വൃത്തിയായിട്ട് ഇത് സ്മൂത്തായിട്ട് പോണം. കട്ടിയുള്ളതാണ് കട്ടിയില്ലാതാണ് എടുത്തത്. ഇതിന് എന്താ ചെയ്യണ്ടല്ലോ? പുളി ഇട്ടുള്ളൂ. പുളിയൊന്നും ഇടണ്ട. ഇതിന് എനിക്ക് തരാമോ? ഇങ്ങനെയാണ് പണ്ട് മുതലേ എല്ലാരും കൊണ്ടുപോകുന്നത്. ഈ ഒരു ടെക്സ് ഇങ്ങനെ ആക്കിയാണ് കൊണ്ടുപോകുന്നത് എല്ലാരും. ആരും ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നില്ല അല്ലേ? പണ്ടത്തെ ആൾക്കാർ മാത്രമേ ഇങ്ങനെ കൊണ്ടുപോകത്തുള്ളൂ. പണ്ടത്തെ
90s 80s 70s ഒക്കെ ഈ 2K കിഡ്സ് ആണോ? അല്ലല്ലോ. 98 അല്ലേ? ഇത് എത്ര? 98. 47 വയസ്സാ. 98 ഉള്ള 47 ആണെങ്കിൽ ബാക്കി നിങ്ങൾ കണക്ക് കൂട്ടിട്ടോ. നിങ്ങൾ കമന്റ്സിലിട് വയസ്സൊക്കെ. ഇവിടെ ഞാന് എത്ര വർഷമായി നമ്മള് കാണാൻ തുടങ്ങിയിട്ട് താമി? എന്നെയാ ആ 2010 19 കൊറേ വർഷമായില്ലേ? 18 മുതൽ അറിയാം. ആ അപ്പൊ കൊറേ വർഷമായിട്ട് ഇതാണ്. അവർക്ക് ഇതാണ് അന്ന് തൊട്ടേ അവർക്ക് 24 വയസ്സാണ്. സമ്മതിച്ചു. അതെ. ആധാർ കാർഡ് പ്രസന്റ് ചെയ്യും. എല്ലാവരുടെയും പ്രസന്റ് ചെയ്യും. ആധാർ കാർഡിനകത്ത് ഇപ്പൊ അങ്ങനെ മാറ്റാം. നിങ്ങൾ മാറ്റിയിട്ടുണ്ടല്ലേ? അത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന കാര്യമാണ്. മാറ്റിയിട്ടുണ്ട്. നല്ല മാറ്റാൻ അറിയുന്ന വ്യക്തിയാണ്. ശ്രാവന്തിയെ പരിചയപ്പെട്ട ആ നാളോട്ട് ഇതുവരെ 26. 26. അഹല്യക്ക് 20. എത്രയായി? 23. 23. ഫോട്ടോയിൽ കാണാതെ ക്യാമറ തിരിച്ച് ഞങ്ങൾക്കൊന്ന് കാണിക്കണം. 23 മുതുക്കിന് മേഡം 22 എത്ര നോക്കട്ടെ? 26 ഏജ് റിവേഴ്സ് ആണല്ലോ. ഇവിടെ എത്രയാ? ഇവിടെ 10 കൊല്ലം കൊണ്ട് പറയുന്നത് 26 തന്നെ. ഇല്ല, ഞാനും അച്ഛമ്മയും 2 വയസ്സ് വ്യത്യാസമുള്ളൂ അല്ലേ? മമ്മി ആരാ? നവമി. അച്ഛമ്മ അത്. ഓ അച്ഛന്റെ അമ്മ. അച്ഛമ്മ. അപ്പൊ നിന്റെ കമന്റുകൾ വയസ്സൊക്കെ കമന്റ് ചെയ്യട്ടെ. ഈ കുട്ടിയുടെ കണ്ടിട്ട് എത്ര തോന്നിക്കുന്നത് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ. ഇതാ മതി കേട്ടോ. കർഷകശ്രീ അധ്വാനിക്കുന്ന ജോലിയെല്ലാം ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ കർഷകർ. മൺവെട്ടി എടുത്ത് ഇങ്ങ് വെച്ചില്ല നമ്മളെ. 4 കെട്ടല്ലേ? 4 കെട്ട്. അത് 2 മുറിക്കണം വള്ളി. ഒരുപാട് നീളം വേണ്ട. എല്ലാം വേണം. അല്ല കുറച്ചിലോ? അമ്മ ഇങ്ങനെ വെക്കപ്പോഴേ ആ വാഴയിലെ കീറാണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം എടുത്താലോ അതിന്. ഇത് ഏത് വെക്കും? ചൂട്ട് കൂടുതലല്ലേ വെക്കാം കേട്ടാ. കെട്ടുണ്ടെങ്കിൽ നീ കൂടെ പറഞ്ഞ. നല്ല അവിടെ അങ്ങനെയല്ല. പിടിക്കും ആ കൊതുമ്പ് കൂടെ ഒതുക്കി പിടിച്ചത് ഈ വള്ളി പിടിക്കുക. അവിടെ പിടിക്കുക ചേച്ചി. ആദ്യം നടുക്കുന്ന ഒറ്റ ഒരു കെട്ട് കെട്ടണം, പിന്നെയാണ് സൈഡിൽ പിടിച്ച് കെട്ടാൻ. നല്ല ഒതുങ്ങും. അല്ലടാ ഇത് ടൈറ്റ് ആവും അല്ലേടി. ഇങ്ങനെ പിടിച്ചോളാം നീ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ രണ്ടുപേരും കൂടെ രണ്ടറ്റം ഒതുക്കിയാവും. പിടിച്ചെടുക്കാൻ നല്ല ഇതായിരിക്കും. കയറി നിൽക്കാതെ നീ അവിടെ അപ്പം തയ്ച്ചേ. നിക്ക് ഒരുമിച്ചേ. പിന്നെ അല്ല അല്ലേ? അടയാണ് എത്താട്ടാ. ഒരു സ്ക്രബ്ബർ കൂടെ തരുമോ? ഒരു സ്ക്രബ്ബർ കൂടെ തരാൻ. വീഡിയോക്കകത്തല്ലേ പറഞ്ഞേ. ഒരു സ്ക്രബ്ബറും കൂടെ തരുമോ? ആ വിളക്ക് വെക്കാൻ. ഈ കലം കഴുകാൻ പോകുന്നുണ്ടേ. കലമാണ് നമ്മൾ കഴുകാൻ പോകുന്നത്. സീമച്ചസിന്റെ കലമാണ്. പോകണം.
നല്ലോണം കഴിവുമ്പോഴേ കരി ഉണ്ടെങ്കിൽ കരി എടുത്തോണ്ട് ചേച്ചി. പിന്നെ അകത്തൊക്കെ നല്ല പൊടിയുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. കരി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യും. കെട്ടഴിയല്ലേ കെട്ടഴിഞ്ഞ വലിയ പ്രശ്നവും. ഒരു കട കൂടെ വിൽക്കും ഇവിടെ. അല്ല ഇവിടെ വേണമെങ്കിൽ കിറ്റ് വെക്കാം. അറിയാതെ ഒരു 2 കിറ്റ് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇത് അയ്യോ ഇല്ലല്ല അത് അല്ല, അത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിലേ ഇവിടെ വെക്കാം. ഇവിടെ 2 കിറ്റ് വെക്കാൻ പറ്റുമല്ലോ. പറ്റില്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് അകത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് അല്ലേ? ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല ഇനി വരാനില്ല. വേറെ വല്ല ഹലോ അലി സാധനങ്ങളല്ലേ ഉള്ളൂ. അല്ല 2 കിറ്റ് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ 1 കിറ്റ് പ്രത്യേക അരിയല്ലേ. പിന്നെ വേറൊരു കാര്യം, ഈ ശർക്കര ആയാലും തേങ്ങ ആയാലും അരിയായാലും ഒന്നുപോലും എടുത്ത് വായിക്കാത്തിട്ട് തിന്നരുത്. ചിലപ്പോ അരി ഇങ്ങനെ കുതിർക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ 2 എണ്ണം ഒക്കെ എടുത്ത് തിന്നുമല്ലോ. ഓ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. ഒരു ഉറുമ്പിന് പോലും കൊടുക്കരുതെന്നാണ്. ഉപ്പ് നോക്കാൻ പാടില്ല, ഉറുമ്പ് പോലും കഴിക്കരുതെന്നാണ് നമ്മൾ എടുക്കുന്നതിന്റെ ഇത്. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോ ചിലരിങ്ങനെ അരി കാണുമ്പോ 2 എണ്ണം എടുത്ത് കഴിക്കുമല്ലോ. അതപ്പോ അപ്പോഴത്തേക്ക് അത് എച്ചിലാവും. എച്ചിലാവും. അതെ. ഏത് കിട്ടിയത്? എപ്പോഴും നോക്കും അരി എടുത്ത് തിന്നോ നീ? പൊടിക്കാൻ കൊറേ സമയം എടുക്കും കേട്ടാ. ഇത് ഉണങ്ങണ്ടേ? ഇത് വറക്കോ? വറക്കണം. കുറച്ച് മാവ് വറക്കണം, കുറച്ച് വറക്കണ്ട. അട ഉണ്ടാക്കുന്ന പച്ചമാവിലാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണക്കും? മണ്ടപ്പുറ്റും ഇതും വറക്കണം. അപ്പൊ ഇത് എങ്ങനെ ഉണക്കും ഇനി നമ്മള്? ഇതിന് വെള്ളം തോർന്നോളും. പെട്ടെന്ന് തോരും. വെള്ളം വാർന്ന പൊടിക്കാം നമുക്ക്. പയറ് വറക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഗ്യാസ് ഊറ്റി അടുപ്പ് കൂടെ എത്തിക്കണം. ഏതാ അരി വരണത്? ഇത് ഏതാ അരി വരണത്? ഇത് നമ്മള് തവിട് കുറച്ചു പോലും കളയാത്ത അരിയാണ്. ഇത് നമ്മള് മെഷീനിൽ ചെയ്തതല്ല, മറ്റേ ഉരലില് പണ്ട് പറയാ തവരുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ ചെയ്തിട്ട് ജസ്റ്റ് അതിന്റെ പച്ചയ്ക്ക് അതിന്റെ തോല് മാത്രം കളയാ. പുഴുങ്ങ തുളസിത്തറയിൽ അവിടെ വെച്ചാൽ ഇവിടെ ഇരുന്ന് ചെയ്യാം. അപ്പോഴ് അങ്ങോട്ട് വെച്ചാൽ ആ സൈഡിലോട്ട് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ അടുപ്പ് വെച്ചിട്ട് വെട്ടാൻ കാണുമല്ലോ. ഇവിടെ അടുപ്പ് വെച്ചാൽ മതി. അല്ല മക്കളെ, ഇവിടെ അടുപ്പ് ഇവിടെ വെച്ചാൽ ഗ്യാസ് ഊറ്റി അവിടെ വെച്ചാൽ മതി. അത് അടയ്ക്കേണ്ടിയിരുന്നില്ലല്ലോ. അത് ഇനി ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാ? അറിയല്ല എല്ലാം ഗ്യാസ് ഇവിടെ വിളിച്ചാൽ മതി. ഗേറ്റ് അടച്ചിട അല്ലേ പറ്റും. ജാറ് കഴിഞ്ഞിട്ട് ആ സ്വിച്ച് ബോർഡ് ഇങ്ങോട്ട് വലിച്ചാൽ മതി. ഈ മിക്സി തുടയ്ക്കണം നന്നായിട്ട്. ഞാൻ തുടച്ചോളാം. ആ മറ്റേ സ്പ്രേയർ ഉണ്ടടി അടിയില്, ഗ്ലാസ് ക്ലീനർ ഒക്കെ, അത് അടിച്ചിട്ട് നന്നായിട്ട് തുടച്ചാൽ മതി. ആ മൂലയെ വെച്ചിട്ടുണ്ട് ഒരു സ്ക്രബും പാമ്പറ്റിങ്ങുണ്ട്. ഒന്ന് മതി സ്ക്രബ്. ഏത് ഏലക്ക പിടിക്കാതെ കഴുകിയെടുക്കാൻ കഴുകണം. മറ്റേ സ്ക്രബർ എടുത്തിട്ട് ക്ലാസ് എടുത്താൽ പിന്നെ തുടക്കത്തുള്ളൂ. അപ്പൊ ഞാനത് എടുക്കുന്നത്. അല്ല എനിക്ക് അറിയില്ലല്ലോ, നിങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നല്ലേ. അങ്ങനെ പറ്റില്ല. ഏതെടുത്തിട്ട് മതി. ഞാനത് ഓഫ് ചെയ്തു. മതിയല്ല. എടി ഞാൻ ഇവിടെ ഇരുന്നേ ഒറ്റയ്ക്കിരുന്ന് വറുത്തടി അന്ന്. ഓ ഇതുമാതിരി വന്നില്ല. പറഞ്ഞേ ഇത് തരാവുന്നൊരു പ്രത്യേക ടെക്നിക്കാണ് കേട്ടോ. ഞങ്ങളെപ്പോലെയുള്ള
ഇതൊക്കെ അറിയത്തുള്ളൂ. നിങ്ങളെ പോലെ 2K കിഡ്സ് ഇതൊന്നും അറിയത്തില്ല. ഇത്തോടെ ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന്. ആ ചേച്ചി ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മൂന്നാമത്തേല് ഇടാം. എന്റെ ഉറപ്പിച്ചു. എന്റെ നാലാമത്തെ രണ്ടാമത്തേല് രണ്ടെണ്ണമായിട്ട് ഇടാൻ പറ്റും. ഒറ്റ സംഖ്യയാണ് രണ്ടുള്ളത്. 2, 3, 5 അങ്ങനല്ലേ വെക്ക അടുപ്പ്. ഒറ്റ സംഖ്യ 1, 3, 5 ഏത് 2 ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കാം, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു നാട്ടുപുറത്തുകാരിയാണ്ട് ഇതെല്ലാം അറിയാടോ. നിങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനൊന്നും കളയാറില്ലൂടല്ലോ. തോലൊക്കെ ഇങ്ങനെ കളയാം. എല്ലാരും എളുപ്പത്തിനെ എന്താ പറയാ സാവന്തിക, ഈ തോല് കളഞ്ഞ പയർ വരയ്ക്കും. മണ്ടപ്പുറ്റ് ഈ പയർ തന്നെ ഉണ്ടാക്കണം, തോലുള്ള പയറില്. പിന്നെ അരകല്ലിന്റെ ഇത് എടുത്തിട്ട് വറുത്തിട്ട് പണ്ട് മിക്സിയിലല്ല ചെയ്യുന്നത്. ആ അത് വെച്ച് തിരക്കും. പിന്നീട് അതെ, പറഞ്ഞു അല്ലേ? അനു ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഇനി കാരടെ പൂട്ടിട്ട് ചെയ്യാനാ. മണ്ടപ്പൂറ്റല്ല, അവിടെ മണ്ടക്കിടിയായിരിക്കില്ല അത് തുടക്കം. ഒരു കവർ എടുത്ത് തരണേ. എഴുതിയിട്ടുണ്ടല്ലേ? ഒരു കവർ എടുത്തോ. അല്ല മോളെ അതിന് കവർ എടുത്ത് കൊടുക്ക്. ഇതാണ് പയറിന്റെ പരിപാടി. കണ്ടോ കാണുന്നുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒരേ എന്തൊക്കെ പറയണം. ഇതൊന്നും ഈ വരുന്ന തലമുറയ്ക്കൊന്നും അറിയാത്ത കാര്യങ്ങളല്ലേ. ബിസിനസ് അല്ല, ബിസിനസ്സിൽ തന്നെ ക്രിയേറ്റർ ആവശ്യം. പക്ഷെ അതായില്ല. എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അത് കളൻ ശരിയെടുത്തിട്ട് സാവന്തിക gmail.com അത് തന്നെയാണ് നമ്പർ 285 ലാസ്റ്റ്. അതെ. ഇടാവേ. എന്ത് പറ്റി? ഈ കോട്ടർ ഇട്ടാൽ മതി. നല്ല ഏലക്കയാണ് കേട്ടാ അല്ലേ? അത്ര വേണ്ട മോളെ, ഇപ്പൊ വേണ്ട. നേരത്തെ വന്ന് പൂക്കടയിൽ വീണ്ടും വന്നു പൂ വാങ്ങാനായിട്ട്. അല്ല, അവിടെ വന്ന വഴിക്ക് നമുക്ക് എളുപ്പമായിരുന്നാ പറയുന്നത്. ഇപ്പൊ വീട് ഇവിടെയല്ലേ നമ്മുടെ. അല്ല പറഞ്ഞ് വൈകുന്നേരം ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവരുവാ. ഈ തലവേദന എടുക്കുന്നു. 3ാമത്തെ പ്രാവശ്യം ഇതിവിടെ പറഞ്ഞത്. അറിയണ്ടേ, കാണണ്ടേ, നോക്കട്ടെ. വണ്ടി വണ്ടി കുളിക്കുന്നതിന് മുമ്പ് അല്ലേ
ഞാൻ വീട്ടിൽ പോയിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു. ഇത്ര സമയം വെയിറ്റ് ചെയ്യാൻ വയ്യ മോളെ. എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു. നിങ്ങളത് ഇങ്ങനെയല്ലോ പറഞ്ഞത്. നിങ്ങള് നല്ലതാണോ? ഇങ്ങനത്തെ ഫുഡ് നല്ലത് നമുക്ക്. ഓ, അല്ലെങ്കിൽ കൊള്ളൂലായിരിക്കും. എന്റെ തട്ടുദോശ അല്ലെങ്കിൽ നല്ലതാ അല്ലേ? ഇനി വേണോ അച്ചാറ്? നല്ല അച്ചാർ കൊടുക്കണേ നോക്ക്. തിന്നണ നീ അച്ചാറ് കഴിക്കോളൂ. ടേസ്റ്റ് ആയി പോവോ? മാസായി പോവോ അച്ചാറ്? എന്റെ ഫ്രണ്ട് കുഴപ്പമില്ലല്ലോ, കാണുന്നില്ലല്ലോ. എടുക്കുന്ന വെച്ചിട്ട് ടാസ്ക്കാണ്. ടൈം എത്രയായിന്നറിയോ? 12:30 ആവാൻ പോകുന്നു. അരമണിക്കൂർ 12:20. ഇനി ഒറ്റ തവണ കൂടി മെയിൻ അരി ഇടേണ്ടി വരും. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്രയും ചെയ്തില്ലേ എനിക്കറിയാം. നിങ്ങൾ ഇല ഇതാക്കി എടുക്കുന്ന സമയത്ത് എനിക്ക് അരി പൊടിക്കാൻ പറ്റുമോ? മില്ലി പൊടിക്കുന്ന പോലെ തന്നെ കിട്ടിയില്ലേ കറക്റ്റായിട്ട്? മില്ലി പൊടിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയില്ലേ? വൃത്തിയായിട്ട് നീറ്റായിട്ട് കിട്ടും അരി പൊടിച്ച്. ഞാൻ മറ്റേ വൃത്തി കണ്ടിട്ടില്ല. എന്റെ കാലിൽ എന്തെങ്കിലും ഒന്ന് വെച്ചാടേ പ്ലീസ് അടേ. നല്ല വൃത്തിയായ ഇല, ഭക്ഷണ ഇല. കഴിഞ്ഞോണം ഉണങ്ങിപ്പോയില്ലേ നമ്മളെ ഇല ഇച്ചിരി. ഓർമ്മയുണ്ട? നമ്മള് നേരത്തെ പറിച്ചിട്ടിരുന്നിട്ട് ഇതില് വയനാട്ടില്ലാത്ത ഇതാണേ. കഴുകിയിട്ട് പാത്രം കഴുകിയിട്ട് ഭക്ഷണമില തോർത്താൻ വേണ്ടിട്ട് ഇതിലോട്ട് വെച്ചാൽ മതി. അപ്പൊ വെള്ളം തോർന്നിട്ട് ഇതും കഴുകി എടുക്കണം. ഇനി ഇതില് പറഞ്ഞ ഇതും കഴിഞ്ഞു. ഇതിന്റെ ആവശ്യം കഴിഞ്ഞില്ല. ഇതിന്റെ അതിന്റെ കഴിഞ്ഞു. അരി പൊടിച്ചു നമുക്ക് സാരി ഫ്ലിപ്പ് പ്ലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 1-2 അല്ലല്ലോ, 2 ഇതില്ലേ, 2 കിലോ അരിയില്ലേ. അപ്പൊ അത് പൊടിക്കാനായിട്ടുള്ള സമയം എടുക്കും. അതുപോലെ മറ്റേ അരിയാണ്
സാധാരണ ഇതല്ല, തവിട് ഒട്ടുമേ കളയാത്ത റൈസാണ്. അപ്പം അത് കുറച്ച് സമയമെടുത്തുള്ള പ്രോസസ്സാണ്. അതിലധികം പച്ചരി തന്നെ, നെല്ല് കുത്തിയരി. പക്ഷെ അത് തവിട് ഒട്ടും കളയാത്ത അരിയാ. അത് സാധാരണ പായസത്തിനൊക്കെ അതല്ല. ഇത് മുന്തിരി, ഒരു നെയ്യ് അല്ലേ, ഇത് നെയ്യ്. അവിടുന്ന് ശർക്കര അവിടെ ഉണ്ടല്ലോ, ശർക്കര അതിനകത്തോടെ ഇരിക്കുന്നത് ശർക്കര. ആ പൊട്ടിച്ച് തന്നെ ജാക്കറ്റ്. ശർക്കര 1 കിലോ വെച്ചിട്ടല്ലേ വാങ്ങിയത് അല്ലേ? അടപ്പ് തരൂ. അടുത്ത ഇത് ഏത് കലം? ഇത് കർഷകശ്രീ. കർഷകശ്രീയുടെ നല്ല പാത്രങ്ങളാണ് ഇത്തവണ അല്ലേ? അതെ, ഭയങ്കര ഐശ്വര്യമുള്ള പാത്രങ്ങളാണ്. ഇത്തവണ മൺകലം ഉപേക്ഷിച്ചു. കാരണം കെമിക്കൽ എന്നാണ് അല്ലേ എല്ലായിടത്തും പറഞ്ഞു പോകുന്നത്, കെമിക്കലാണ്. ഇതായി നോക്കട്ടെ, മുന്തിരി വെച്ചായിരുന്നോ? മുന്തിരി ഇതിലുണ്ടേ, മുന്തിരി, നെയ്യ്, അരി, ഏലക്ക എൻ്റെ കയ്യിലുണ്ട് പൊടി. തന്നെ ഇത് അത് പഴവും കയ്യിലുണ്ട്. ഇനി പഴവും ഏലക്കാണ് വേണ്ട അതിനകത്ത്. അടുത്തത് എവിടെ പോയി ചേച്ചിയമ്മ? ചേച്ചിയമ്മ മറന്നു ഇനി തരാനുള്ള. ഇനി വേണ്ടല്ലോ, അവരെ കാര്യങ്ങളായല്ല അല്ലേ? നമ്മളെ കാര്യമൊക്കെ മറക്കുമല്ലോ അല്ലേ രാഹല്യ? കീർത്തന കീർത്തനയുടെ സുരേഷിന്റെയാ? നോക്കട്ടെ, എന്റേത് പറ്റിയ ഹോളം ഗോളമാണ്. അവിടെ അതെവിടെ? അത് കറക്റ്റാണ്. എന്റെ കലത്തിൽ നോക്കി വെച്ച് നോക്കിയാ അനങ്ങാത്തതാണ് എന്റെ കലം. ഓക്കെ അല്ലേ? ആണ്. കീർത്തി സുരേഷിനെ അകത്ത് നിൽക്കുന്നതായിരുന്നോ? ഇങ്ങനെ നിൽക്കുന്നതായിരുന്നോ? പുക കയറണ്ടെന്നുള്ളത്. അപ്പൊ അടുത്ത കലന്താ? പടുക്കയില ഇതിൽ വെച്ചായിരുന്നോ? അല്ല, പടുക്കയിലത് എന്താ കാര്യം എന്നറിയോ? പടുക്കയിലത് അത് ഇതില് ചന്ദനം ഉണ്ടല്ലോ, ചന്ദനം ഇതിലോട്ട് ഫുള്ള് അങ്ങ് തട്ടിക്കഴിഞ്ഞ്, ഇതിൽ ഇച്ചിരി പൊടിയേ ഉള്ളൂ ചന്ദനം. ഇതിലോട്ട് ഫുള്ള് തട്ടിക്കഴിഞ്ഞാൽ ഇത് വേണ്ട. കണ്ടോ? ഏറ്റവും അതിന്റെ കാര്യമുള്ളൂ. എല്ലാം കൂടെ പനിനീര് ഇതിലിട്ടില്ലായിരുന്നോ? പടുക്കയിലിട്ടില്ലായിരുന്നു അല്ലേ? ഇട്ടായിരുന്നല്ലോ. ഒരു ബോട്ടിലും കൂടെ ഇന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഏതില് കവറിലുണ്ടോ? ഒരു പനിനീരും കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് മേടിച്ച കവറിനകത്ത് ഒരു പനിനീരും കൂടെ കാണും. ഒരു പനിനീരുണ്ട്, ഇന്നലത്തെ ഒരു പനിനീരുണ്ട്. ഇതിലുണ്ട് കർപ്പൂരമൊക്കെ ഇതിനകത്ത് ഇട്ടാൽ. പുതിയ സാധനങ്ങളാണ്, പടുക്കേണ്ടതാണ്. അതിന് തന്നെ കുങ്കുമൊക്കെ ഉണ്ടല്ലോ. ഇത് എൻ്റെ 2 നെയ്യ്, മുന്തിരിയൊക്കെ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ കവറുകളും കാര്യങ്ങളും ഒന്നും അവിടേക്ക് ഇട്ടത്. കലം വേണം. കലത്തിനകത്ത് അരി മാത്രം ഇട്ടിരുന്നാൽ മതി, വേറെ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ എന്തൊക്കെ ആയത്? കലങ്ങളല്ല ആയത്. പിടിക്കും. പൊങ്കാലയുടെ എല്ലാം ഇതിനകത്തോട്ട് വയ്ക്കാതെ ഞാൻ കേട്ടാ. അല്ല, ഇവിടെ എനിക്കൊരു ബക്കറ്റ് തരണം. അവിടെ നിന്ന് ഒരു ബക്കറ്റിനകത്ത്, അല്ല ആ ബക്കറ്റിനകത്ത് തേങ്ങ വയ്ക്കണം. പിന്നെ എനിക്ക് 2 ബക്കറ്റിനകത്ത് തേങ്ങ വയ്ക്കണം. ആ വലിയ ബക്കറ്റിനകത്ത് തേങ്ങ വയ്ക്കണം. ആ ചെറുതിനടുത്ത് ചെറുത് കണ്ടെയ്നർ എടുക്ക്. അടച്ച് ചെറിയ 2 കണ്ടെയ്നർ അടച്ചിങ്ങെടുക്ക്. പിന്നെ ഗ്യാപ്പിലോട്ട് വയ്ക്കാം. ചുമയുണ്ട്, നല്ല ജലദോഷമുണ്ട് 2 ദിവസമായിട്ട്. ഒരു ഇത് കൊടുത്ത്, അല്ല ആ വലുത് തന്നു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. വലുത് ടൈറ്റ് ആയിരിക്കും. ആരെ കണ്ടെയ്നറാ? സ്ക്വയർ നാമിയുടേതാ കേട്ടോ. ഇതിലോട്ട് ഞാൻ ഇത് വെക്കാണേ. ഏത്? പയറ് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? വറുത്തത് വറക്കാത്തത്? വറുത്തത് ഇത് വറുത്തതാ കൂടുതലുള്ള വറുത്തത് കേട്ടോ.
ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ് വറുത്തത്. മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മാറ്റിച്ച് ഒരു കിറ്റ് റെഡി. അതെ, വെയിറ്റുണ്ടേ. ഈ ഇഡലി പാത്രം എന്താ? ഇഡലി പാത്രം, ഒരു ഇഡലി പാത്രം ഇങ്ങനെ തട്ടുതാ. ഇനി ഒരു ഇഡലി പാത്രം കൂടെ ഇല്ലേ? അതിന്റെ അടിയിൽ ഒരു ഇഡലി പാത്രം ഉണ്ട്, മറന്നുപോലെ. ഇതൊക്കെ ആ വലിയ പാത്രം, ഈ 3 പാത്രം തേങ്ങ എടുക്കാനുള്ളതാണേ. ആ കിണ്ടി ഇത് വിളക്കൊക്കെ ഇങ്ങനെ ഇത് പാത്രം കഴുകണ്ടേ? ഇത് കഴുകിയതാണോ? സോറി. ഇഡലി പാത്രം 2 ഇതിൽ നിൽക്കുമോ? ഒറ്റ കിറ്റി 2 ഇഡലി പാത്രം നിൽക്കുമോ? അല്ല അതല്ല, നിന്ന് കഴിഞ്ഞാൽ സാധനം എന്തെങ്കിലും കൂടെ വയ്ക്കാം. അല്ല അല്ല ഇത് കിട്ടാ അല്ല, സാധനം ഇല്ലാതെ വെറുതെ വയ്ക്കണ്ടല്ലോ. അതിങ്ങനെ സൈഡിൽ വെച്ചാൽ മതി. പ്ലേറ്റ് സൈഡിലാക്കി വെച്ചാൽ മതി. വലുത് ഇതല്ലേ? ആ, അങ്ങനെ വെച്ചാൽ മതി. കൈകളെ സൈഡിൽ കൂടി വെക്കാനുണ്ട് കേട്ടോ. ആ ബേസിൻ അടിയിലത്തെ വലിയ ബേസിൻ കൂടി കഴുകി എടുക്കാനുണ്ട്. കാരണം കുഴയ്ക്കാനുള്ളതെല്ലാം അത് ഇതിൽ വെച്ചോ. ഈ സഞ്ചിയിൽ വെക്കാം. ബേസിൻ അത് കഴുകിയതാണോ? ആണെന്ന് തോന്നുന്നു. അത് തന്നെ ആ ബേസിൻ തന്നെ കഴുകിയതാ. ആ ബേസിൻ തുടച്ചു വെക്കാം. ഏല് വെക്കാം. 2 എക്സ്ട്രാ ഉണ്ടല്ലേ? 2 കിറ്റ് എക്സ്ട്രാ ഉണ്ടോ? നമുക്ക് ഈ ബേസിൻ വെക്കാം. വീട്ടിൽ ബേസിനും ആ ഇലകളെല്ലാം കൂടെ വെക്കണ്ടേ? അല്ല, ഇല കവറിലാക്കി വെക്കാം. ഇങ്ങനെ ഇല വരണേ വേണം മോളെ. ഇല കവറിലാക്കണം. ഓരോ കവറിലാക്കണം. ആ വട്ടയിൽ ഒരു കവറിലാക്കണം, എന്നിട്ട് കവറിലാക്കണം. ഏതെങ്കിലും ഇത് കാണിക്കും. ഏതെല്ലാം ഭക്ഷണം നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കണം കേട്ടോ. അല്ലേടി? ഇതെങ്ങനെ കരിഞ്ഞ് എങ്ങനെ ഒരു ഇല? വെള്ളത്തിൽ കിടന്നിട്ട് ചൂടുണ്ടായിരുന്നോ? അടിക്കുക അതെ വരുമ്പോഴേ ആണോ? ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഇതാവും. അങ്ങനെ എടുത്ത് കയറ്റാതെ മൊത്തത്തിൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് കുറച്ച് വരും. വാരി തണ്ടൊന്നും ഇങ്ങനെ ഇടാതെ നമുക്ക് എടുക്കാനും എളുപ്പമാണെങ്കിൽ. കഴിഞ്ഞു. ഇനി ആ 3 കൂടെ തേങ്ങ കൊള്ളത്തില്ലേ? ശർക്കര ചെത്തുന്നത് ആ ഉരുളിയും ഈ പാത്രവും കൂടെ ഇതാക്കി കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ചെത്താം കേട്ടോ. 2 പേരിരുന്ന ഇതിലോട്ട് ചെത്താം ശർക്കര. അത് വേസ്റ്റാ. 2 പേരിരുന്ന ഇതിലോട്ട് ചെത്താം. ഒരാൾ ആ ഉരുളിയിലും ചെത്താം. അപ്പൊ 3 പേർക്ക് അതിലോട്ട് ചെത്താൻ പറ്റും. ശർക്കര ചെത്താൻ പറ്റും. കഴിഞ്ഞ പരിപാടി ഒരു കാര്യേ, എനിക്ക് ചാക്കൊന്ന് കീറണം. എന്തിനാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തിനായിരിക്കും ചാക്ക് കീറാൻ? മനസ്സിലായി. കുറച്ച് കഴിഞ്ഞു. കൈ നോക്കണേ. സൗദി നല്ല മുറിച്ചാണ്. വലിച്ചു പിടിച്ചിട്ട് ഏതായാലും ഇതാകത്തുള്ളൂ. പഴം വെക്കണ്ടേ ഇനി? നെഞ്ചിന്റെ അവിടെ വെച്ചായിരുന്നോ? പഴം ഇതിലോട്ട് വെക്കാം. നെഞ്ചിന്റെ അവിടെ ഇവിടെ അതെനിക്ക് പേടിയാണ്. നിന്റെ അളവൊക്കെ നീ ഞാൻ ചെറുതെടുത്തിട്ട് തന്നെ എടുത്തിരിക്കാം.
എവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ ആ വാഷിംഗ് അടിയിൽ സേഫ് ആയിട്ട് തെറിച്ച് പോവാണ്. ആ തേങ്ങ ഇങ്ങോട്ട് വെക്കെടുത്ത് കൊടുക്കടി, അവളിവിടെ കിടന്ന് ഭയങ്കരമായിട്ടാണ് നിർത്തുന്നത്.